ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവരായി മാറുക എന്ന് അമീർ ടി.കെ. അബൂബക്കർ സാഹിബ്. യുവത്വം സൽക്കർമ്മങ്ങൾക്കായി വിനിയോഗിക്കണമെന്നും സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവരായി മാറണമെന്നും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ല അമീർ ടി.കെ. അബൂബക്കർ സാഹിബ് പ്രസ്താവിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ തർബിയത്ത് സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായുള്ള കൂടിച്ചേരലുകളിലൂടെ മാത്രമേ പരസ്പരമുള്ള സ്നേഹബന്ധം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരോടുള്ള വെറുപ്പ് നീക്കം ചെയ്യുക. ജീവിത വിജയം നേടാൻ വൈദിക പാശം മുറുകെ പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ വിജയം അനായാസമാകുമെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച എറണാകുളം പ്രസിഡന്റ് ബി അഹമ്മദ് കബീർ പറഞ്ഞു. അതിനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഏത് സമയം ജമാഅത്തിന്റെ ആവശ്യത്തിന് വിളിച്ചാൽ 10 മണി എന്ന് പറഞ്ഞപ്പോഴേക്കും 100% ആളുകൾ ഇവിടെ എത്തി. ഈ വാദികൾ ഇരുത്താകത്ത് ഉള്ള ഒരു സമൂഹത്തിനെ വേറെ ഒരു ശക്തിക്കും ലോകത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. ആ ഒരു ബോധവും വിശ്വാസവും നമ്മളുണ്ടായിരിക്കണം. അള്ളാഹു നമ്മൾക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആധുനിക സമൂഹത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ചാവേദി സംഘടിപ്പിച്ചു. സോഷ്യൽ മീഡിയ നമുക്ക് വലിയ അനുഗ്രഹമാണെന്നും എന്നാൽ അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും നേരിടേണ്ടി വരികയെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മൗലവി CN താഹിർ അഹമ്മദ് പറഞ്ഞു. യുവജന സംഘടനയായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹസീബ് അഹമ്മദ്, മൗലവി മുഹമ്മദ് റാഫി, PK ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ജില്ലയിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. ഈ കാലഘട്ടത്തിൽ വളരെയധികം ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് തബ്ലീഗ് ചെയ്യുന്നത്. പല രാജ്യങ്ങളിലും നേരിട്ട് തബ്ലീഗ് ചെയ്യുന്നത് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ ആ സോഷ്യൽ മീഡിയയിൽ തബ്ലീഗ് ചെയ്യുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ തബ്ലീഗ് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന രീതി അനുസരിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നില്ല എങ്കിൽ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.